ഹായ് ഗൈസ്, ഇതെന്റെ ആദ്യത്തെ ഗെയിംസാർ കൺട്രോളറാണ്. ഗെയിംസാർ G7 Pro 8K PC എയിം ലാബ്സ് എഡിഷൻ. ഫ്ലാഗ്ഷിപ്പ് കൺട്രോളറുകളിലുള്ള എല്ലാ ഹാർഡ്വെയർ സവിശേഷതകളും ഇതിലുണ്ട്. ബട്ട് നിങ്ങളുടെ കീശ കാലിയാക്കാത്ത വിലയും ഇതിലുണ്ട് എന്ന് പറയാം. കമ്പയർഡ് ടു റേസറിന്റെ വോൾവറിൻ V3 പ്രോയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എസ്പെഷ്യലി ദിസ് വൺ എ വാലി കിങ്. ഇസ് ഇറ്റ് പെർഫോം വെൽ? അതാണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി ഇത് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞാണ്. അൺബോക്സിംഗ് വീഡിയോ ഷോർട്ട് സെക്ഷനിലുണ്ട്. ഇതാണ് ഇതിന്റെ മെയിൻ പാക്കേജ്. പാക്കേജിനുള്ളിലുള്ള സംഭവങ്ങൾ ഇതൊക്കെയാണ്. അവരുടെ ഒരു ഡോക്യുമെന്റേഷൻ ഇൻ ഡിഫറെന്റ് ലാംഗ്വേജ്, ആൾസോ കമ്മ്യൂണിറ്റി ഫീച്ചേഴ്സ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. 2 ഗെയിംസർ സ്റ്റിക്കറുകൾ, ഒപ്പം എയിം ലാബ് പ്ലസിന്റെ ഒരു കോഡും 1 month ഫ്രീ കോഡ്. എയിം ലാബ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഇത് എയിം ലാബ്സുമായിട്ട് സഹകരിച്ച് പുറത്തിറക്കിയിട്ടുള്ള ഒരു കൊളാബറേറ്റീവ് കൺട്രോളറാണ്. G7 Pro എന്ന ഒറിജിനൽ വേർഷന്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇറ്റ് ഈസ് മോർ ലൈക്ക് ആൻ അപ്ഗ്രേഡ്. ദേ ഡിഡ്ന്റ് കോൾ ഇറ്റ് എ വേർഷൻ 2 ഓർ എനിത്തിങ് ലൈക്ക് ദാറ്റ്. എയിം ലാബ്സ് എന്ന് പറയുന്നത് നമ്മളുടെ എയിം മെച്ചപ്പെടുത്താനുള്ള ഒരു ട്രെയിനർ പ്രോഗ്രാമാണ്. ടീമിൽ നിന്ന് ഫ്രീ ടു പ്ലേ ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. സിംഗിൾ പ്ലെയറിലെ ചീറ്റിംഗ് പ്രോഗ്രാം പോലുള്ള ഒരു ട്രെയിനർ അല്ല. കോമ്പറ്റേറ്റീവ് ഇ സ്പോർട്സ് ഗെയിമുകൾ, വാലോറാന്റ്, CS2, Apex Legends അതുപോലുള്ള ഗെയിമുകളിലൊക്കെ നിങ്ങളുടെ എയിം മെച്ചപ്പെടുത്തുവാൻ വേണ്ടി ട്രെയിനിങ് തരുന്ന ഒരു പ്രോഗ്രാം. ആ പ്രോഗ്രാമിനുള്ള ഒരു അവരുടെ പ്രീമിയം എയിം ലാബ്സ് പ്ലസ് വെർഷനുള്ള ഒരു കോഡാണിത്. കൂടാതെ പാക്കേജിലെ മെയിൻ തിങ് കൺട്രോളർ, ഒപ്പം ഒരു നല്ല മനോഹരമായ എയിം ലാബ്സ് ലോഗോയോട് കൂടിയ ഡോക്കിംഗ് സ്റ്റേഷൻ, കൂടാതെ 2.4 GHz വയർലെസ് ഡോങ്കിൾ. അത് നമുക്ക് ഇതേപോലെ ഈ ഡോക്കിംഗ് സ്റ്റേഷനുള്ളിൽ തന്നെ ഫിറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. സോ അതുകൊണ്ട് 2 USB പോർട്ട് മദർ ബോർഡിൽ നിന്ന് ഇതിനായിട്ട് ഉപയോഗിക്കേണ്ടതില്ല. ഒരൊറ്റ USB കേബിൾ കൊണ്ട് തന്നെ ഇത് രണ്ടും ഉപയോഗിക്കാം. കൂടാതെ 2 അഡീഷണൽ ഡി പാഡുകൾ, 3 ജോഡി ജോയ്സ്റ്റിക്കുകൾ. ഇതെല്ലാമാണ് വൺ മോർ തിങ്, നല്ല ക്വാളിറ്റിയുള്ള ഒരു USB-C കേബിൾ. ഈ കേബിള് നമ്മുടെ കൺട്രോളറിന്റെ കളർ സ്കീമിൽ തന്നെയുള്ളതാണ്. വളരെ നല്ല ക്വാളിറ്റിയുള്ള കേബിളാണ്. ഇതൊക്കെയാണ് നമ്മുടെ പാക്കേജിനുള്ളിലുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങൾ. ഇനി നമുക്ക് മെയിൻ ആയിട്ട് കൺട്രോളറിനെ ഒന്ന് പരിചയപ്പെടാം. ലുക്ക് വൈസ് ഐ റിയലി ലൈക്ക്. ഇതിന്റെ കളർ സ്കീമും ഈ സിയാൻ പ്ലസ് ബ്ലാക്ക് വളരെ നന്നായിട്ട് യോജിച്ചു പോകുന്നുണ്ട്. ഡി പാഡിന്റെ ഒരു ഇത്തിരി ബ്രൗണിഷ് ഗോൾഡ് കളറും റിയലി ഗ്രേറ്റ്. ഇതിലെ സ്വിച്ചുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ TMR ജോയ്സ്റ്റിക്കുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ ABXY സ്വിച്ചുകളാണെങ്കിൽ ഒപ്റ്റിക്കൽ മൈക്രോ സ്വിച്ചുകളാണ്. നമ്മുടെ മൗസിലൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് ഒപ്റ്റിക്കൽ മൈക്രോ സ്വിച്ചുകളാണ്. ഡി പാഡിലാവട്ടെ മെക്കാനിക്കൽ സ്വിച്ചുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ ഇതിന്റെ ട്രിഗറുകൾക്ക് ചില പ്രത്യേകതയുണ്ട്. ഹാൾ എഫക്ട് അല്ലെങ്കിൽ മൈക്രോ സ്വിച്ച് സ്റ്റോപ്പ് ട്രിഗർ ആയിട്ട് ഇത് ഉപയോഗിക്കാം. ഇതുപോലെ വളരെ ലിനിയർ ആയിട്ട് ഉള്ള രീതിയിലും, അതല്ലെങ്കിൽ ഇവിടെയുള്ള ഈ സ്വിച്ച് ഉപയോഗിച്ച് ഇതിനെ ഒരു മൈക്രോ സ്വിച്ച് സ്റ്റോപ്പ് ട്രിഗർ ആയിട്ട് ഉപയോഗിക്കാം. ഇത് ഈ കോമ്പറ്റേറ്റീവ് ഇ സ്പോർട്സ് ഗെയിമുകളൊക്കെ കളിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. വളരെ പെട്ടെന്ന് ഷൂട്ടിങ്ങിനൊക്കെയും വളരെ സ്പാമബിൾ ആയിട്ട് ഉപയോഗിക്കാൻ ഇത് ഉപയോഗപ്പെടും. ഇത് കൂടാതെ ഇതിൽ തന്നെ മെനു ഓപ്ഷൻ, സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള സൗകര്യം, 3.5 ജാക്ക്, അത് മ്യൂട്ട് ചെയ്യാനുള്ളതാണെന്ന് തോന്നുന്നു. ഇത് കൂടാതെ ഒരു സെലക്ട് ഓപ്ഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു പ്രത്യേകത ഇതിലെ 4 മാക്രോ സ്വിച്ചുകളാണ്. നമുക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്ന 4 മാക്രോ സ്വിച്ചുകളുണ്ട്. 2 ഇവിടെയും 2 ഈ നമ്മുടെ ഗ്രിപ്പ് വരുന്ന ഈ ഭാഗത്തും. ഇത് വളരെ അനുയോജ്യമായ സ്ഥലത്ത് തന്നെയാണെന്ന് തോന്നുന്നു. എനിക്ക് വളരെ നന്നായിട്ട് ഫീൽ ചെയ്തു. ചിലർക്ക് പക്ഷേ ഇത് ഇഷ്ടമല്ലെങ്കിൽ ഇത് ഓഫ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇങ്ങനെയാണെങ്കിൽ പിന്നെ ഇത് വർക്ക് ചെയ്യുകയില്ല. നമുക്കത് ആവശ്യമില്ലാത്തവർക്കാണെങ്കിൽ ഇതുപോലെ ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇതിലെ ഉപയോഗിച്ചിട്ടുള്ള ഈ ജോയ്സ്റ്റിക്കുകൾ TMR ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ളതാണ്. TMR ടെക്നോളജി ഹാൾ എഫക്ട് ടെക്നോളജി എന്ന് കുറച്ചുകൂടി മെച്ചപ്പെട്ടവയാണ്. ഗെയിംസാറിന്റെ തന്നെ ഒരു Gen 2 TMR സ്റ്റിക്കുകളാണ് ഇതിലുള്ളത്. ഇവയ്ക്ക് കൂടുതൽ കൃത്യതയും അതുപോലെ തന്നെ കൂടുതൽ ലോങ്ങിറ്റിവിറ്റിയും ഉണ്ട് എന്ന് പറയാം. ABSY സ്വിച്ചുകൾ മൗസിലൊക്കെയുള്ള പോലുള്ള ഒപ്റ്റിക്കൽ മൈക്രോ സ്വിച്ചുകൾ ആയതുകൊണ്ട് തന്നെ ഇത് വേഗത്തിൽ റെസ്പോൺസ് ചെയ്യും. പിന്നെ പാക്കേജിനൊപ്പം തന്നെ ഈ ഡോക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ള വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു സംഭവമാണ്. ചില കോമ്പറ്റേറ്റീവ് ബ്രാൻഡുകൾ ഡോക്കുകൾ പാക്കറ്റിൽ ഉൾപ്പെടുത്താതെ വരുന്നുണ്ട്. എസ്പെഷ്യലി ഫ്ലൈഡിജിയുടെ വാഡർ 5 Pro ഇതുമായിട്ട് നേരിട്ട് കോമ്പറ്റേറ്റീവ് ചെയ്യാവുന്ന ഒരു മോഡലാണ്. പക്ഷേ വേഡർ 5 പ്രോയിൽ നമുക്ക് ഡോക്ക് അവൈലബിൾ അല്ല. ഡോക്ക് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങണം. അതൊരു എക്സ്ട്രാ കോസ്റ്റ് പ്രോബ്ലം ആണ്. പക്ഷേ അവരുടെ കൺട്രോളർ വിലയുടെ കാര്യത്തിൽ കുറച്ച് കുറവാണ് എന്ന് പറയാം. ഞാനിത് വാങ്ങിച്ചത് NMPCയിൽ നിന്നാണ്. 9K rupees ആണ് ഇതിന് വില വരുന്നത്. സോ ഇറ്റ്സ് നോട്ട് എ ചീപ്പ് കൺട്രോളർ.
ബട്ട് കമ്പയർഡ് ടു റേസർ വോൾവറിൻ V3 Pro ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം പകുതിയിലേറെ വില കുറവാണെന്ന് പറയാം. അതേസമയം അതിലൊക്കെയുള്ള എല്ലാ ഫ്ലാഗ്ഷിപ്പ് ഫീച്ചറുകളും ഇതിലുണ്ട്. ഇത് ഗെയിംസാറിന്റെ ഫ്ലാഗ്ഷിപ്പ് മോഡലാണ്. ഇത് കൂടാതെ ഒരു കുറച്ചുകൂടി വില കൂടിയ ഒരു മോഡലിൽ സെൻലെസ് സോൺ സീറോവുമായിട്ട് കൊളാബറേറ്റ് ചെയ്തു വന്നിട്ടുള്ള ഒരു മോഡലാണ്. ആ മോഡലിന് ഏകദേശം 13 രൂപയ്ക്കടുത്ത് വിലയുണ്ട് എന്ന് തോന്നുന്നു. ബട്ട് ഐ ലൈക്ക് ദ ലുക്ക് ഓഫ് ഇറ്റ്. ആൾസോ ഐ എം നോട്ട് എ ഫാൻ ഓഫ് സെൻലെസ് സോൺ സീറോ. 8K പോളിംഗ് റേറ്റ് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയാം. അത് വളരെ മികച്ച റെസ്പോൺസിങ്ങും വളരെ സ്പീഡും ഒക്കെ തരുന്നു, എസ്പെഷ്യലി കോമ്പറ്റീറ്റീവ് മൾട്ടിപ്ലെയർ ഗെയിമർമാർക്ക്. പിന്നെ സോഫ്റ്റ്വെയർ ഗെയിംസാർ കണക്ട് സോഫ്റ്റ്വെയർ വളരെ കസ്റ്റമൈസേഷൻ ഉള്ള ഒരു സംഭവമാണ്. ബട്ട് ദേ നെവർ ഓഫർ എ വെബ് ഡ്രൈവർ ലൈക്ക് 8-bit ഡു. അതൊരു പോരായ്മയായിട്ട് വേണമെങ്കിൽ പറയാം. പക്ഷേ സിംഗിൾ പ്ലെയർ ഗെയിമുകളൊക്കെ കളിക്കുന്നവർക്ക് ഈ 8Kയുടെ ആവശ്യമില്ല. എന്നെ പോലെ 8K ഉപയോഗിക്കുമ്പോൾ ബാറ്ററി ലൈഫ് പെട്ടെന്ന് കുറയും. ഈവൻ TMR ടെക്നോളജിയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളെങ്കിലും TMR സ്റ്റിക്കുകളെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ മാഗ്നറ്റിക് സ്വിച്ചുകളേക്കാൾ കൂടുതൽ സ്പീഡുള്ളവയാണ്. അതേപോലെ തന്നെ കൃത്യതയുണ്ട്. ഇവ രണ്ടും ഉപയോഗിച്ചിട്ടുള്ള ഏകദേശം സെയിം സ്വിച്ചുകളാണ്. ബട്ട് സെൻസറുകൾ വളരെ വ്യത്യാസമുണ്ട്. TMRന്റേത് കുറച്ചുകൂടി മികച്ച സെൻസറുകളാണ്. ദേ ആർ ബെറ്റർ ദാൻ സാധാരണ ഹോൾ എഫക്റ്റ്. കാരണം വളരെ കുറഞ്ഞ എനർജിയെ വേണ്ടുള്ളൂ സാധാരണ ഹോൾ എഫക്റ്റ് സ്വിച്ചുകളെ അപേക്ഷിച്ച്. അത് ഇവിടെയുമുണ്ട്. ബട്ട് അത്രയ്ക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് കൺട്രോളറിൽ അതിനെ കാണാനില്ല. സ്പെഷ്യലി 8K ബാറ്ററി നന്നായി തന്നെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയാം. എങ്കിലും ഹാൾ എഫക്റ്റ് സ്റ്റിക്കുകളേക്കാൾ കൂടുതൽ പവർ, കാര്യക്ഷമതയും ആക്യുറസിയും നൽകുന്നു. അൾട്രാ ലോ ലാറ്റൻസിയാണ്. അതുപോലെ തന്നെ വാലറാന്റ്, കോൾ ഓഫ് ഡ്യൂട്ടി, ആപെക്സ് എന്നിവ കളിക്കുന്നവർക്ക് ഇത് കൃത്യമായ അഡ്വാൻറ്റേജ് നൽകും. TMR ടെക്നോളജിയുടെ മറ്റൊരു വലിയ പ്രത്യേകത ആന്റി സ്റ്റിക്ക് ഡ്രിഫ്റ്റ് പ്രത്യേകതയാണ്. ആന്റി സ്റ്റിക്ക് ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റിക്ക് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് പഴയ ഒരു ടെക്നോളജിയൊക്കെ ഉപയോഗിക്കുന്ന കൺട്രോളറുകൾക്ക് കാലക്രമേണ കാലപ്പഴക്കം കൊണ്ട് വരുന്ന ഒരു പ്രശ്നമാണ്. നമ്മൾ ഉപയോഗിക്കാതെ ഇതുപോലെ ഐഡിലായി വെച്ചിരിക്കുന്ന ഒരു സന്ദർഭത്തിലും കുറച്ചൊക്കെ കാലം കഴിയുമ്പോൾ ക്യാമറ തന്നെ തിരിയുക, അതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു പ്രശ്നം. അത് കാലപ്പഴക്കം കൊണ്ടും ഈ വെയർ ആൻഡ് ടിയർ പോലുള്ള സംഭവങ്ങൾ കൊണ്ടും അതുപോലെ ഡർട്ട് അതുപോലുള്ള പ്രശ്നങ്ങൾ കൊണ്ടും ഒക്കെ ഈ സ്റ്റിക്ക് ഡ്രിഫ്റ്റ് പ്രോബ്ലം വരാം. അത് ഒഴിവാക്കാൻ ഈ TMR സ്റ്റിക്കുകൾക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ ഗെയിംസാർ G7 Pro എയിം ലാബ് എഡിഷനിൽ 6 ആക്സിസ് ഗൈറോസ്കോപ്പ് മോഷൻ കൺട്രോൾ സവിശേഷത ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മോഷൻ എയിമിംഗ് സപ്പോർട്ട്. PC-യിൽ ഗെയിം കളിക്കുമ്പോൾ FPS അല്ലെങ്കിൽ അതുപോലുള്ള ഗെയിമുകൾക്കൊക്കെ കൂടുതൽ ആക്യുറസി ഉണ്ടാക്കാൻ ഈ ഗൈറോസ്കോപ്പ് ഉപയോഗിക്കാം. ഒഫീഷ്യൽ സോഫ്റ്റ്വെയറിനെ ഗെയിംസാറിന്റെ കണക്ട് ആപ്ലിക്കേഷൻ വഴി നമുക്കത് കസ്റ്റമൈസ് ചെയ്ത് ഉപയോഗിക്കാം. ഈ ഗൈറോ സപ്പോർട്ട് മോഷൻ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഗെയിമിങ്ങിന് കൺട്രോളിനുള്ളിൽ ഘടിപ്പിച്ചിട്ടുള്ള 6 ആക്സിസ് ഗൈറോസ്കോപ്പ് സെൻസർ ഉപയോഗിച്ച് കൺട്രോളർ കൈകൊണ്ട് വശങ്ങളിലേക്ക് തിരിച്ചുകൊണ്ട് മോഷൻ ഗെയിമിലെ ക്യാമറയോ എയിമോ നിയന്ത്രിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ്. അതായത് ഇത് എയിമിങ്ങിനെ വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. പ്രത്യേകിച്ച് നമ്മൾ PC-യിൽ കീബോർഡും മൗസും ഒക്കെ ഉപയോഗിച്ച് കളിക്കുന്നവർക്ക് എയിമിംഗ് സാധാരണ രീതിയിൽ കുറച്ചുകൂടി എളുപ്പമായിട്ട് അനുഭവപ്പെടാറുണ്ട്. ഇത് അത്തരത്തിലുള്ള വ്യക്തികൾക്ക്, എന്നെ പോലുള്ള വ്യക്തികൾക്ക്, ഞാൻ കൂടുതലും മൗസും കീബോർഡും ഉപയോഗിക്കുന്ന വ്യക്തിയാണ്, അത്തരത്തിലുള്ള ആളുകൾക്ക് ഗൈറോ സപ്പോർട്ട് വളരെ ഉപകാരപ്രദമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സാധാരണ നമ്മൾ റൈറ്റ് തം സ്റ്റിക്ക് ഉപയോഗിച്ചാണ് ക്യാമറ മരുന്ന് എയിം ചെയ്യുന്നതൊക്കെ. എന്നാൽ ഗൈറോ സപ്പോർട്ട് ഓൺ ആക്കിയാൽ സ്റ്റിക്ക് ഉപയോഗിച്ച് പ്രധാന എയിം എത്തിച്ചതിന് ശേഷം കൺട്രോളർ ചെറുതായി തിരിച്ചും ചായച്ചും ഒക്കെ നമുക്ക് എനിമിയുടെ മേത്തേക്ക് എസ്പെഷ്യലി ഹെഡ് ഷോട്ടൊക്കെ ലഭിക്കാൻ വളരെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇത് കോമ്പറ്റീറ്റീവ് ഗെയിമർമാർക്ക് മാത്രമല്ല RPG-കളും ഒക്കെ കളിക്കുമ്പോഴും ഇത് വളരെ ഉപകാരപ്രദമാവും. എസ്പെഷ്യലി ബൗ ആൻഡ് ആരോസ് ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക്, അതുപോലെ തോക്ക് ഉപയോഗിക്കുന്നത് എയിം ചെയ്യുമ്പോഴും ഒക്കെ ആക്ഷൻ അഡ്വഞ്ചർ ഗെയിമുകളിലും RPG-കളിലും ഒക്കെ ഉപയോഗപ്രദമായ ഒരു സംഭവമാണ്. സോ ഇറ്റ് ഈസ് വെരി ഗുഡ് ഫോർ സിംഗിൾ പ്ലെയർ ഗെയിമേഴ്സ് ടു. ഈവൻ കൺട്രോളർ ഒഫീഷ്യൽ ആയിട്ട് ഗൈറോ സപ്പോർട്ട് ചെയ്യാത്ത ഗെയിമുകളിൽ ഗെയിംസാർ കണക്ട് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് ഗൈറോ പ്രൊഫൈൽ എനേബിൾ ചെയ്ത് മൗസ് മൂവ്മെന്റ് അല്ലെങ്കിൽ റൈറ്റ് സ്റ്റിക്ക് മൂവ്മെന്റ് ആയി മാപ്പ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. എക്സ്ബോക്സ് കൺസോളുകളിൽ നാറ്റീവായിട്ട് ഗൈറോ സപ്പോർട്ട് അനുവദിക്കാത്തതിനാൽ PC, സ്വിച്ച്, മൊബൈൽ എന്നിവയിൽ മാത്രമാണ് ഇതിന്റെ ഫുൾ പൊട്ടൻഷ്യൽ കിട്ടുക. ഇതുകൂടാതെ എയിം ലാബ് എഡിഷനിൽ വൈബ്രന്റ് സിസ്റ്റം ഉപയോഗിച്ചിട്ടുള്ളത് ഡുവൽ അസിമെട്രിക് മോട്ടോഴ്സ് ഗ്രിപ്പാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. കൺട്രോളറിന്റെ ഇടത്ത് വലത്ത് ഗ്രിപ്പുകളിൽ ഒരുപോലെ അല്ലാത്ത, അതായത് രണ്ടും ഡിഫറൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്ന മോട്ടറുകളാണ് ഇതിൽ
ഉള്ളത്. ഇടതുവശത്തെ മോട്ടോർ വലുതും ശക്തവുമായ വൈബ്രേഷൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വലത്തുവശത്തെ ഇത് ചെറിയ സബ്റ്റിലായിട്ടുള്ള വൈബ്രേഷൻ ആണ് നൽകുന്നത്. ബട്ട് ഇറ്റ് ഈസ് സ്റ്റിൽ ഗുഡ്. ആക്ഷൻ RPG ഗെയിമുകളിൽ കൂടുതൽ റിയലിസ്റ്റിക് അനുഭവം നൽകുന്നു. അതുപോലെ വൈബ്രേഷൻ മോട്ടോറുകളിൽ ഒരു പ്രത്യേക ഇൻസ്റ്റന്റ് സ്റ്റാർട്ട് സ്റ്റോപ്പ് സർക്യൂട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. സാധാരണ കൺട്രോളറുകളിൽ വൈബ്രേഷൻ മെല്ലെ തുടങ്ങി മെല്ലെ നിൽക്കുന്നതിന് പകരം ഇതിൽ ഇൻ ഗെയിം ഈവന്റ് നടക്കുമ്പോൾ തൽക്ഷണം ഫുൾ സ്പീഡിൽ സ്റ്റാർട്ട് ആവുകയും ഓൺ ദ സ്റ്റോപ്പ് ആവുകയും ചെയ്യും. അത് ഇതിന്റെ ഒരു റെസ്പോൺസീവ്നെസ്സും അതുപോലെ തന്നെ ഒരു ഇമേഴ്ഷനും കുറച്ച് കൂടുതലായിട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട്. എക്സ്ബോസ് പ്രൊഫഷണൽ കൺട്രോളറുകളിലൊക്കെ കാണുന്ന ഒരു ട്രിഗർ റംബിൾ മോട്ടോർ സിസ്റ്റം അല്ല ഇതിലുള്ളത്. ഇത് ഗ്രിപ്പുകളിൽ മാത്രം ഉള്ളതാണ്. പിന്നെ പ്രധാനമായി എനിക്ക് തോന്നിയിട്ടുള്ള മറ്റൊരു പ്രത്യേകത ഇതിന്റെ കസ്റ്റമൈസേഷൻ, ലുക്ക് വൈസ് ഉള്ള കസ്റ്റമൈസേഷൻ ആണ്. ഞാൻ ഇതിന്റെ ബാക്കിയുള്ള കസ്റ്റമൈസേഷൻ ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. മാക്രോ ബട്ടൺസ് അതുപോലുള്ള കസ്റ്റമൈസേഷൻ, പിന്നെ ഗൈറോ സെൻസർ, മോഷൻ സെൻസർ, അതുപോലുള്ള കസ്റ്റമൈസേഷനുകൾ ഓക്കെ. ബട്ട് ലുക്ക് വൈസ് ഐ റിയലി ലൈക്ക് ഇറ്റ്. ഇതിന്റെ ഈ സിയാൻ പ്ലസ് ബ്ലാക്ക് കളർ സ്കീം അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് വളരെ അനുയോജ്യമായ രീതിയിലുള്ള USB-C കേബിളും ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇതിന്റെ തംസ്റ്റിക്കുകളും D-പാഡുകളും മാത്രമല്ല, വേണമെങ്കിൽ ഇതുപോലെ ഫേസ് പ്ലേറ്റ് പൂർണ്ണമായി മാറ്റി ഒരു ട്രാൻസ്പെറൻറ്റ് ഫീലിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഈ രീതിയിലും ഈ കൺട്രോളർ ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനോടൊപ്പം തന്നിട്ടുള്ള ഈ D-പാഡുകൾ ഏത് വേണമെങ്കിലും മാറ്റി ഉപയോഗിക്കാം. ഇതാണ് ഇതിൻ്റെ ഡിഫോൾട്ടായിട്ട് വന്നിട്ടുള്ള D-പാഡ്. ബട്ട് ഐ റിയലി ലൈക്ക് ദിസ് ടു. ഇതൊരു നമ്മുടെ പഴയകാല കൺട്രോളറുകളുടെയൊക്കെ ഒരു ഫീൽ തരുന്ന D-പാഡാണ്. ബട്ട് എനിക്കിതാണ് കൂടുതൽ നന്നായി ഇഷ്ടപ്പെട്ടതെന്ന് പറയാം. സോ ഐ എം ഗോയിങ് ടു യൂസ് ഇറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ മെക്കാനിക്കൽ സ്വിച്ചുകളാണ് ഇതിൻ്റെ D-പാഡിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ആദ്യത്തെ G7 Pro വെർഷനുകളിൽ D-പാഡ് വളരെ മോശമായിരുന്നു, ഭയങ്കര വിഗിൾ ആയി അനുഭവപ്പെട്ടിരുന്നു എന്നൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. ബട്ട് ഇത്തവണ എയിം ലാബ്സ് എഡിഷൻ വന്നപ്പോൾ ആ ഒരു പ്രശ്നം ഗെയിംസാർ പരിഹരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ജോയ്സ്റ്റിക്കുകളുടെ തംസ്റ്റിക്കുകൾ മാറ്റാൻ സാധിക്കും. ആവശ്യമുള്ള ഇതിൽ ചിലത് വളരെ ഉയർന്നതുണ്ട്, അതുപോലെ തന്നെ റൗണ്ട് ആയിട്ടുള്ളുണ്ട്. എനിക്ക് റൗണ്ട് ആയിട്ടുള്ള ടൈപ്പിനോട് വലിയ താല്പര്യമില്ല. ഇതിനോടൊപ്പം വന്നിട്ടുള്ള ആ ജോയ്സ്റ്റിക്ക് തന്നെയാണ് കൂടുതൽ നല്ലത് എന്ന് ഞാൻ കരുതുന്നു. ബട്ട് അത് പേഴ്സണൽ പ്രിഫറൻസ് ആണ്. യു ക്യാൻ യൂസ് എനിത്തിങ് യു വാണ്ട്. ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതും വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതുപോലെ ചെയ്തതിന് ശേഷം ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ റെഡി ആയിരുന്നുള്ളൂ. ഇത് കൂടാതെ ഇതിൻ്റെ ഫേസ് പ്ലേറ്റുകൾ നിങ്ങൾക്ക് ഗെയിംസാറിൻ്റെ വെബ്സൈറ്റിലോ അതല്ലെങ്കിൽ ഞാൻ ഈ കൺട്രോളർ വാങ്ങിച്ച nmpc.in നിന്നാണ്, അവരുടെ വെബ്സൈറ്റിലും ധാരാളം ഫേസ് പ്ലേറ്റുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന വന്നിട്ടുണ്ട്. ബട്ട് ദേ കോസ്റ്റ് മോർ. ഇതിൻ്റെ ഫേസ് പ്ലേറ്റ് ഫുൾ മാഗ്നറ്റിക് ആണ്, അതുകൊണ്ട് തന്നെ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. വളരെ സിമ്പിളായിട്ട് തന്നെ ഉരിയെടുക്കാനും അതുപോലെ തിരിച്ച് അവിടെ തന്നെ വെക്കാനും സാധിക്കും. പിന്നെ ഗ്രിപ്പ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റബ്ബറൈസ്ഡ് ഗ്രിപ്പാണ്. വളരെ പെട്ടെന്നൊന്നും നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങനെ സ്ലിപ്പ് ആവുകയോ ഒന്നും ചെയ്യില്ല. ഇതുമായിട്ട് കമ്പയർ ചെയ്യാവുന്ന ഒരു മോഡൽ ഞാൻ പറഞ്ഞു, ഫ്ലൈഡിജിയുടെ വേഡർ 5 Pro. ഏകദേശം സെയിം പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു മോഡലാണ്. വേഡർ 5ന്റെ സ്റ്റിക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഫ്ലെക്സ് ഹാൾ എഫക്ട് സ്വിച്ച് ആണ്. ആ രീതിയിൽ നോക്കുമ്പോൾ ഇതിലെ Gen 2 TMR സ്വിച്ച് കുറച്ചുകൂടി മികച്ചതാണ് എന്ന് തന്നെ പറയാം. കൂടാതെ ഇതിൽ ആന്റി സ്റ്റിക്ക് ഡ്രിഫ്റ്റ് ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് കൂടാതെ പോളിംഗ് റേറ്റ് ഇതിൽ 8K ഉണ്ട്. സോ ഈ സ്പോർട്സ് ഗെയിമർമാർക്ക് ഇതായിരിക്കും കൂടുതൽ ഉപയോഗപ്പെടുക. അതേസമയം ഫ്ലൈഡിജി വേഡർ 5ൽ 1K പോളിംഗ് റേറ്റേ ഉള്ളൂ. ബട്ട് 3ms 4ms ലാഗേ മാക്സിമം വരുന്നുള്ളൂ. സോ ഇറ്റ് ഈസ് നോട്ട് ബാഡ്. അതുപോലെ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഹാൾ എഫക്ട് മൈക്രോ ഒപ്റ്റിക്കൽ സ്വിച്ചുകൾ ആണ്. ഫ്ലൈഡിജി വേഡർ 5ലാണെങ്കിൽ അനലോഗ് മാഗ്നറ്റിക് മൗസ് ക്ലിക്ക് മോഡുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഫ്ലൈഡിജി വേഡർ 5 Pro വളരെ മുമ്പിൽ നിൽക്കുന്ന ഒരു ഭാഗം ഇതിന്റെ മാക്രോ സ്വിച്ചുകളാണ്. ഇവിടെ നമുക്ക് 4 മാക്രോ സ്വിച്ചുകൾ ഉള്ളപ്പോൾ ഫ്ലൈഡിജിയിൽ 6 എണ്ണം ഉണ്ട്. അതൊരു വലിയ കാര്യമാണ്. 2 എണ്ണത്തിലും ഒരുപോലെ തന്നെ മോഷൻ സെൻസർ ഗൈറോ സൗകര്യമുണ്ട്. അതുപോലെ ഇതിന്റെ റംബ്ലിംഗ് സിസ്റ്റത്തിനേക്കാൾ കുറച്ചുകൂടി മികച്ച 4 മോട്ടോർ ഹാപ്റ്റിക് വൈബ്രേഷൻ ആണ് ഈ വേഡർ 5 Pro മോഡലിലുള്ളത്. സോ ഇറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് ബെറ്റർ. ബട്ട് ബാറ്ററി വൈസ് ഗെയിംസാർ G7 Pro എയിം ലാബ്സിൽ 1200 mAh ബാറ്ററിയാണുള്ളത്. അതേസമയം വേഡർ 5ൽ 1000 mAh ബാറ്ററിയേ ഉള്ളൂ. ബട്ട് ഡോഗ് സപ്പോർട്ട് വരുമ്പോൾ ഗെയിംസാർ മുമ്പിൽ തന്നെ നിൽക്കുന്നു. കാരണം
ആ പ്രൈസ് റേഞ്ചിൽ പാക്കറ്റിനുള്ളിൽ തന്നെ അധിക വില കൊടുക്കാതെ ഈ ഡോക്ക് നമുക്ക് കിട്ടും. അതേസമയം വേഡർ 5 പ്രോയിൽ ഡോക്ക് സെപ്പറേറ്റ് വാങ്ങാം. അപ്പോൾ ഏകദേശം 1000 രൂപയോളം എൻ്റെ അറിവിൽ കൂടുതൽ വരുന്നുണ്ട് വേഡർ 5 പ്രോയ്ക്ക്. സോ ഐ റെക്കമെൻഡ് ഗെയിംസാർ G7 Pro എയിം ലാബ് എഡിഷൻ ബിക്കോസ് ഇതിന്റെ ആദ്യത്തെ മോഡൽ G7 പ്രോയുടെ ആദ്യത്തെ മോഡലിൽ ഉണ്ടായിരുന്ന മിക്ക പ്രശ്നങ്ങളും പരിഹരിച്ച് ഒരു പെർഫെക്റ്റ് അപ്ഗ്രേഡ് ആയിട്ടാണ് അവർ ഈ മോഡൽ ഇറക്കിയിട്ടുള്ളത്. ഇത് കോമ്പറ്റീറ്റീവ് ഗെയിമർമാർക്കാണെങ്കിലും സിംഗിൾ പ്ലെയർ ഗെയിമർമാർക്കാണെങ്കിലും എല്ലാ തരത്തിലുള്ള ഫീച്ചേഴ്സും എല്ലാ ഫ്ലാഗ്ഷിപ്പ് ഹാർഡ്വെയർ ഫീച്ചേഴ്സും നമ്മളുടെ വാലറ്റ് കാലിയാക്കാത്ത വിലയ്ക്ക് നൽകുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു മോഡലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി ഞാൻ കൂടുതലായി കളിക്കുന്ന സിംഗിൾ പ്ലെയർ ഗെയിമുകളാണ്. അതുകൊണ്ട് തന്നെ ഈ വേഡർ 5 പ്രോ എനിക്ക് കുറച്ചുകൂടി താല്പര്യം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണെന്ന് പറയാം. കാരണം അതിലെ അഡ്ജസ്റ്റബിൾ സ്റ്റിക്ക് ടെൻഷൻ കുറച്ചുകൂടി നല്ലതാണ്. കാരണം സ്റ്റിക്ക് എത്രത്തോളം അയവുള്ളതോ ടൈറ്റ് ആയതോ ഇരിക്കണം എന്ന് നമുക്ക് ഫിസിക്കൽ ഡയൽ വഴി അഡ്ജസ്റ്റ് ചെയ്യാം. അതൊരു വലിയ പ്രത്യേകതയാണ്. അത് ഇവിടെ ഇല്ല. അതേപോലെ ഫോർമോട്ടർ ഹാപ്റ്റിക് വൈബ്രേഷൻ കുറച്ചുകൂടി നല്ല അനുഭവം തരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ മാക്രോ ബട്ടൺസ്, 2 മാക്രോ ബട്ടണുകൾ കൂടുതലുള്ളത് സിംഗിൾ പ്ലെയർ ഗെയിമുകൾക്ക് എസ്പെഷ്യലി RPG-കൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇത് ട്രൈമോഡ് കണക്ടിവിറ്റി ഉള്ളതാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഇതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. കൂടാതെ നമുക്ക് വയേർഡ് ആയിട്ട് ഉപയോഗിക്കാം. മറ്റൊരു കസ്റ്റമൈസേഷൻ പ്രത്യേകത കൂടി ഞാൻ പറയാൻ വിട്ടുപോയി. ഇവിടെ USB-Cയുടെ കണക്ടറിന് നമുക്കൊരു ചെറിയ ഒരു സപ്പോർട്ട് പാർട്ട് തന്നിട്ടുണ്ട്. ഈ പാർട്ട് നമുക്ക് കാഴ്ചയിൽ അത്ര സുഗമല്ല എന്ന് തോന്നുന്ന ആളുകൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒഴിവാക്കി മാറ്റി വയ്ക്കാവുന്നതാണ്. ഇറ്റ് ലുക്ക് ലൈക്ക് സ്റ്റാൻഡേർഡ് കൺട്രോളർ. വയേർഡിലും അതുപോലെ 2.4 GHz വയർലെസ്സിലും മാത്രമേ 8000 ഹെർട്സ് പോളിംഗ് റേറ്റ് സപ്പോർട്ട് ചെയ്യുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി പ്രത്യേകം ഓർക്കണം. ബ്ലൂടൂത്ത് ആയി ഉപയോഗിക്കുമ്പോൾ ഈ 8K പോളിംഗ് റേറ്റ് സപ്പോർട്ട് ചെയ്യില്ല. എ ഫൈനൽ കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ ഐ റിയലി ലൈക്ക് ദിസ് കൺട്രോളർ. ചില കാര്യങ്ങളിലെങ്കിലും ഫ്ലൈഡിജിയുടെ വേഡർ 5 പ്രോ എ ലിറ്റിൽ ബിറ്റ് ബെറ്റർ. മോസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ഈ എയിം ലാബ് എഡിഷൻ തന്നെയാണ്. ഐ റിയലി ലൈക്ക് ഇറ്റ്. ഇതാണ് ഗെയിംസാർ കണക്ട് എന്ന സോഫ്റ്റ്വെയർ. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ കൺട്രോളറിനെ സെറ്റ് ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾക്ക് കാണാവുന്നത് പോലെ നമ്മുടെ ലൈറ്റ് നമുക്ക് ഇഷ്ടമുള്ളത് ആയി സെറ്റ് ചെയ്യാം. ഇവിടെ സ്റ്റാറ്റിക്, കളർഫുൾ, റെയിൻബോ, അതും അല്ലെങ്കിൽ ലൈറ്റ് വേണ്ടാത്തവർക്കാണെങ്കിൽ അത് ഓഫ് ചെയ്തും കൊടുക്കാം. അതുപോലെ ഡോക്കിനും വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ബാറ്ററിയുടെ മാത്രം ലൈറ്റിംഗ് ഫീച്ചേഴ്സ് മതി എന്നുണ്ടെങ്കിൽ അതും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഡോക്കിൽ. ഇതുപോലെയാണ് ഇതിന്റെ ബട്ടൺ മാപ്പിംഗ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഇതിൽ ഇഷ്ടമുള്ള രീതിയിൽ ബട്ടൺ മാപ്പിംഗ് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇത് നമ്മുടെ ജോയ്സ്റ്റിക്കിന്റെ സെറ്റിംഗ്സ് ആണ്. ഇവിടെ നമുക്ക് ഡെഡ് സോൺ സെറ്റ് ചെയ്യാം, അതുപോലെ ആന്റി ഡെഡ് സോൺ, കർവ് അഡ്ജസ്റ്റ്മെന്റ്, സ്റ്റിക്ക് ട്രജക്ടറി തുടങ്ങിയവയൊക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതാണ് ഗൈറോ മോഷൻ സെൻസർ സെറ്റിംഗ്സുകൾ. ഇവിടെ നമ്മൾ ടിൽറ്റ് ഫംഗ്ഷൻ ഓൺ ആക്കി കൊടുക്കുകയാണെങ്കിൽ കൺട്രോളർ തിരിക്കുന്നതിനനുസരിച്ച് സെൻസർ അത് പിടിച്ചെടുത്ത് അതേപോലെ തിരിക്കുന്നത് കാണാം. ഇറ്റ്സ് എ ഗുഡ് ഫംഗ്ഷൻ. അതുകൂടാതെ സ്റ്റിക്കിന്റെ സെൻസിറ്റിവിറ്റി, ഡെഡ് സോൺ, ആന്റി ഡെഡ് സോൺ, കർവ് അഡ്ജസ്റ്റ്മെന്റ് തുടങ്ങിയ ഫീച്ചേഴ്സുകളൊക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ ആവശ്യത്തിനുള്ളത്. അതുപോലെ തന്നെ ട്രിഗറിന്റെ സെറ്റിംഗ്സ്, വൈബ്രേഷൻ എത്രത്തോളം, ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞു 2 ഗ്രിപ്പുകൾക്കും 2 ടൈപ്പിലുള്ള മോട്ടറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ലെഫ്റ്റ് ഗ്രിപ്പിന് കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള ഒരു മോട്ടറാണ്. റൈറ്റ് ഗ്രിപ്പിന്റെ വൈബ്രേഷൻ ലെവൽ കുറച്ച് കുറവാണ്. ഫേംവെയർ ഒക്കെ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെയാണ്. ഇതൊക്കെയാണ് ഗെയിംസാർ കണക്ട് എന്ന് പറയുന്ന ഈ സോഫ്റ്റ്വെയറിന്റെ പ്രത്യേകതകൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ കൃത്യമായ സമയത്ത് ലഭിക്കാൻ ആ ബെൽ ഐക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യുക.